ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് പുലിയെ നാട്ടുകാർ കണ്ടത്. ആദ്യം ഉപ്പുതറയിലെ ചപ്പാത്ത് വള്ളക്കടവ് പ്രദേശത്ത് വച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ പുലിയെ കണ്ടതിനെ തുടർന്ന് സമീപവാസിയെ വിവരമറിയിച്ചു. പിന്നീട് ഇവർ നടത്തിയ തെരച്ചിലിൽ റോഡിൽ നിന്നും പുലി സമീപത്ത് തേയിലക്കാട്ടിലേക്ക് മറഞ്ഞു. ശേഷം രാത്രി 10 മണിയോടെ പുതുവലിയിൽ താമസിക്കുന്ന ഫിലിപ്പോസിന്റെ വീട്ടിലെ 2 ആടുകളെ പുലി ആക്രമിച്ചു. ആടുകൾ കരയുന്ന ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങിയപ്പോൾ പുലി വീണ്ടും ഓടിമറഞ്ഞു. തുടർന്ന് വീട്ടിലെ CCTV പരിശോധിച്ചപ്പോഴാണ് പുലിയാണെന്ന് സ്ഥിരീകരിച്ചത്. ഇന്നലെ രാത്രിയിൽ 9:30 കഴിഞ്ഞപ്പോഴത്തേക്ക് കടുവയെ കണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞായിരുന്നു. അത് ഇതുവഴിയാണ് കയറിപ്പോയത്. പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പറമ്പിലോട്ടാണ് ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആടിനെ കയറി പിടിച്ചു സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കടുവയായിരുന്നു. എൻ്റെ തലനാര് ഇടയ്ക്കാണ് ഞാൻ രക്ഷപ്പെട്ടത്. കാരണം ഞാൻ ഈ സാധനത്തിനെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ പുലിയാണോ കടുവയാണോ എന്ന് അന്താളിച്ചു പോയി. എൻ്റെ മൊബൈൽ പോലും എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. വന്നിട്ട് നേരെ നമ്മുടെ സാമ്യണ്ണൻ്റെ അവിടെ നിന്ന് ഒറ്റ ചാടത്തിനായി ആ കട്ടിങ്ങെ കൂടെ ഈ സാധനം മേളോട്ട് കയറുന്നത്. ഇതിനെ കണ്ടത് അതിൻ്റെ വാലിന് തന്നെ എനിക്ക് പറയാൻ പറ്റത്തില്ല എൻ്റെ വാലിന് എന്തോരം നീളമുണ്ടെന്ന്. ഭയങ്കര നീളമുള്ള വാല്. പിന്നെ ഇപ്പം എന്നെ സംബന്ധിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ മുന്നോട്ട് എടുത്തുകൊണ്ട് എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടി. ഇല്ലായിരുന്നു ഞാൻ അവിടെ നിൽക്കുകയോ വെളിയിൽ ഇറങ്ങി നിൽക്കുമായിരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിന് നാളെ ഒരു തീരുമാനമാക്കി വിട്ടേനെ. അത് പ്രദേശത്ത് കൂട് സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുമെന്ന് സ്ഥലത്ത് പരിശോധന നടത്തിയ മുറിഞ്ഞപുഴ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇനിയും ഇവിടെ പ്രസൻസ് ഉണ്ടാവുമെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പുകൾ കേജിങ് പോലുള്ള സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഈ വിവരം നമ്മൾ മേലധികാരികളെ അറിയിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം തുടർന്നുള്ള അതിൻ്റെ മൂവ്മെൻറ്റ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ ഫർദർ സ്റ്റെപ്പുകൾ ചെയ്യുന്നതാണ്. മുൻപും ഈ പ്രദേശങ്ങളിൽ പുലിയെ കണ്ടെത്തിയിരുന്നു. അന്ന് വനംവകുപ്പ് മേഖലയിൽ ക്യാമറ സ്ഥാപിച്ചപ്പോൾ പുലിയുടെ ദൃശ്യം പതിയുകയും ചെയ്തിരുന്നു. പിന്നീട് കൂട് സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടികൂടാൻ സാധിച്ചില്ല. പുലിയെ കണ്ടതോടെ ആളുകൾ ആശങ്കയിലാണ്. പ്രദേശം പൂർണ്ണമായും നിരീക്ഷണത്തിലായിരിക്കുമെന്ന് വനംവകുപ്പ് ഉറപ്പു നൽകിയിട്ടുണ്ട്. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.